ഈവനിങ് കൊടുക്കാനുണ്ടായിരുന്ന കേക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനുള്ള കേക്ക് ക്രംകോട്ടും ചെയ്ത് ഇനി ഒന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് രാത്രി 12:30 ഈ മെസ്സേജ് കണ്ടത്. എന്തായാലും മെസ്സേജ് ഇപ്പോഴെങ്കിലും കണ്ടത് നന്നായി. നാളെ വൈകുന്നേരം കൊടുക്കാനുള്ള കേക്ക് നാളെ രാവിലെ എണീറ്റിട്ട് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ മെസ്സേജ് കണ്ടപ്പോൾ ആ പ്ലാൻ അപ്പം തന്നെ മാറ്റി. ഇന്ന് തന്നെ ഈ കേക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിനി കിടന്നുറങ്ങാൻ. അപ്പോൾ ഇനി ഒട്ടും ടൈം കളയാണ്ട് നമുക്ക് കേക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചിനുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് അതാദ്യം തന്നെ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക്, നാളെ രാവിലെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന ടൈം കൊണ്ട് കേക്കിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ്. സ്പാനിഷ് ഡിലൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫില്ലിങ്ങും പ്ലെയിനൊക്കെ വെച്ചിട്ട് ക്രം കോട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ക്രം കോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി ഫൈനൽ കോട്ടും ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നാളെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർക്കും വേഗം തന്നെ തീർത്ത് വെച്ചിട്ട് ഞാൻ ഇന്ന് ഉറങ്ങാൻ പോട്ടെ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.